Hello my dear students, today a new topic. എന്താ അറിയോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ഒബ്ലിക് പ്രൊജക്ടൈൽ അല്ലേ, പ്രൊജക്ടൈൽ പ്രൊജക്റ്റഡ് ബൈ മേക്കിംഗ് സം ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. ഇന്ന് നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. എന്താ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ? ഇനീഷ്യലി യു ത്രോ ദ ബോഡി പാരലൽ ടു എർത്ത് സർഫസ്. ക്ലിയർ? ഇനീഷ്യലി യു ത്രോ ദ ബോഡി പാരലൽ ടു എർത്ത് സർഫസ്. നമ്മൾ ഇനീഷ്യലി ബോഡിക്ക് ഏത് വെലോസിറ്റി ഇല്ല, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. ഞാനൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം, നോക്കൂ. ഇതാ, ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റാണ് എച്ച്. ഇവിടെ നിങ്ങളൊരു ബോഡി ചൂസ് ചെയ്യുന്നു. ഇതാ ബോഡി. എറിയുമ്പോൾ എവിടേക്ക് എറിഞ്ഞു? ബോഡിയെ നമ്മൾ എറിഞ്ഞു, ഇതാ ഇങ്ങനെയാണ് എറിഞ്ഞത്, യു സ്പീഡിൽ എറിഞ്ഞു. അങ്ങനെ യു സ്പീഡിൽ എറിഞ്ഞാൽ ബോഡി യു സ്പീഡിൽ നേരെ അങ്ങ് പോവോ? ജസ്റ്റ് റിലീസ്ഡ് ആയാൽ എന്ത് സംഭവിക്കും? അവനെ ആര് പിടിച്ച് താഴേക്ക് വലിക്കും? ഗ്രാവിറ്റി താഴേക്ക് പിടിച്ച് വലിക്കും അവന്. അതുകൊണ്ട് അവൻ പോകുന്ന ട്രാക്ക് ഇതാ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുന്നത്? താഴേക്ക് വരാൻ കാരണം ആരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് പുള്ളി ചെയ്യുന്നതുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. ഈ പോയിന്റിലെത്തുമ്പോൾ അയാളുടെ വെലോസിറ്റി ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ? നോ ഡൗട്ട് അവൻ്റെ വെലോസിറ്റി വി ഇൻക്രീസ് ആവും. നിങ്ങളെടുത്ത് എറിഞ്ഞാൽ താഴേക്ക് വരും തോറും അവൻ്റെ വെലോസിറ്റി കൂടി 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 വരും. ഓക്കെ, ഈ താഴെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വെലോസിറ്റിയെ വി ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്നും അതുപോലെ ഇങ്ങോട്ടുള്ള വെലോസിറ്റിയെ നമുക്ക് വെർട്ടിക്കൽ വെലോസിറ്റി എന്നും പറയാം. വി പെർപെൻഡിക്കുലർ എന്ന് എഴുതാം, ഇത് വി ഹൊറിസോണ്ടൽ എന്നും പറയാം. അപ്പോൾ താഴെ വന്ന് വീഴുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി വി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദിസ് യു. താഴേക്ക് വരുന്തോറും എന്ത് കൂടി 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 വരുന്നുണ്ട്? വെലോസിറ്റി കൂടി കൂടി വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് പോകാം. നോക്കൂ, നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ? വി ഈസ് ഈക്വൽ യു പ്ലസ് എ ടി അല്ലേ, ജനറൽ ഇക്വേഷൻ. എന്തുകൊണ്ടാണ് വെക്ടോറിയൽ എഴുതിയത്? വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ വെക്ടർ സിമ്പൽ ഇല്ലാതല്ലേ എഴുതിയിരുന്നത്. അവിടെ യൂണി ഡയറക്ഷൻ ആയിരുന്നു. ഇത് ഒരു പ്ലെയിനിലല്ലേ മൂവ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്ഥിരം ചെയ്യുന്നത് പോലെ ഈ ഡയറക്ഷൻ എക്സ് ആയും അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ വൈ ആക്കി എടുത്താൽ ഈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏത് പ്ലെയിനാണ്? എക്സ് വൈ പ്ലെയിൻ അല്ലേ, എക്സ് വൈ പ്ലെയിൻ. ഇനി നോക്കും, ഇവിടെ ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ മാത്രം പറയാം. ഈ എക്സിന് പകരം ഞാൻ ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇപ്പോൾ വി എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്താ ആവശ്യമില്ല? വെക്ടർ സിമ്പിൾ ഇല്ല, കാരണം നമ്മൾ ആദ്യം എക്സ് ഡയറക്ഷൻ മാത്രമാണ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വി എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ്. എത്രയാണ് യു എക്സ്? യു എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എറിഞ്ഞ സമയത്ത് ദ എൻറ്റയർ യു തന്നെ വരില്ലേ? അത് യു തന്നെ വരാൻ എന്താ കാരണം? ഇനീഷ്യലി നിങ്ങൾ എറിയുമ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഇനീഷ്യലി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിനല്ലേ പേര് തന്നെ. പ്ലസ് എ എക്സ് വീണ്ടും സീറോ. എന്തുകൊണ്ടാണത് സീറോ? ടൈം സീറോ അല്ല കേട്ടോ, താഴെത്തുമ്പോൾ ഒരു ടൈമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ ഇഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ നോ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് എവിടേക്കാണ്? താഴേക്കാണ്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ആ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? വി എക്സ് ഈസ് ഈക്വൽ ടു യു. ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടോ നിങ്ങൾ? എന്താ ഇൻട്രസ്റ്റിംഗ് സംഭവം? ഈ താഴെ വന്ന് വീഴുമ്പോൾ ഈ വെലോസിറ്റി ഉണ്ടല്ലോ, ഈ വെലോസിറ്റിയുടെ എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതായത് നോ ഇൻക്രീസ് ഇൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ഡെൽറ്റ വി എക്സ് ഈസ് സീറോ. ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. ക്ലിയർ? ദെൻ നമുക്ക് വെർട്ടിക്കലിലേക്ക് പോകാം. വെർട്ടിക്കൽ വെലോസിറ്റി പറയുമ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി എന്നല്ലേ. വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം നമ്മൾ പറയുന്നു.
വി വൈ ഈസ് ഈക്വൽ ടു കമോൺ നിങ്ങൾ പറയൂ വി വൈ ഈസ് ഈക്വൽ ടു യു വൈ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഏത് വെലോസിറ്റി ഇല്ല? വെർട്ടിക്കൽ വെലോസിറ്റി ഇനീഷ്യലി ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ടേമേ 0 ആയിപ്പോയി. പ്ലസ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആയാലും ഇവിടെ ആയാലും ഇവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാ പോയിന്റിലും ആക്സലറേഷൻ ആരാ? ജി ആണ്. 9.8 ആണ്. നമുക്ക് ജി എന്ന് എഴുതാം. -g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ കൊടുക്കുന്നത്? നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ കണ്ടതാണ്. യു ചൂസ് അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്, അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്, ഇൻറ്റു ടി. സോ വെലോസിറ്റി വി വൈ ഈസ് ഈക്വൽ ടു -gt ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നോക്കൂ, ടൈം കൂടിക്കൂടി വരും തോറും വെർട്ടിക്കൽ വെലോസിറ്റി കൂടി വരും. പക്ഷേ നിങ്ങൾ ഇത് കണ്ടോ, ആദ്യത്തെ ഇക്വേഷനിൽ ടൈം ഇല്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി ത്രൂ ഔട്ട് എന്തായി നിൽക്കും? സെയിം ആയി നിൽക്കും. വെർട്ടിക്കൽ വെലോസിറ്റി താഴേക്ക് വരും തോറും വെർട്ടിക്കൽ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടി വരും. താഴെ എത്തുമ്പോൾ മാക്സിമം ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കാം, നെറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് എന്നല്ലേ വരുന്നത്, ജനറൽ ഇക്വേഷൻ. അപ്പം നമുക്കിവിടെ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു വി എക്സിന് പകരം യു ഐ ക്യാപ്പ് പ്ലസ് ഇതിന് പകരം -gt ജെ ക്യാപ്പ്. കാരണം വി വൈ ഇതാ -gt. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ റൂട്ട് ഓഫ് എന്ത് വരുന്നു? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് -g² t². മൈനസ് സൈനിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ g² t². നോക്കൂ, ഇതാണ് താഴെ വരുമ്പോഴുള്ള വെലോസിറ്റി. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എറിയുന്ന സമയത്ത് യു ഗീവ് ഓൺലി ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇൻ ദ ഡൗൺവേർഡ് ജേർണി വാട്ട് ഹാപ്പൻസ്? ദിസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് സെയിം. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻ സെയിം. താഴെ എത്തുന്നത് വരെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി അത് തന്നെയായിരിക്കും. അതാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ബട്ട് ഇനീഷ്യലി വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. പക്ഷെ താഴേക്ക് വരുന്തോറും വെർട്ടിക്കൽ വെലോസിറ്റി കൂടി വരുന്നു. ഇതാ കണ്ടോ, ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആവുന്നു. കാരണം വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരാനുള്ള കാരണം എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നത്. അതുകൊണ്ട് ഓവറോൾ വെലോസിറ്റി ഇനീഷ്യലി യു ആണ്, ഇൻക്രീസ് ആയി, കുറച്ചുകൂടെ ഇൻക്രീസ് ആയി, അങ്ങനെയാണ് ഫൈനലി വേവ് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് വെലോസിറ്റി ഇൻക്രീസ് ആവുന്നത്? വെലോസിറ്റി ഇൻക്രീസ് ആവാൻ കാരണം ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ വരുന്ന ഇൻക്രീസ് അല്ല, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തിലുള്ള ഇൻക്രീസ് ആണ്? വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ് നെറ്റ് വെലോസിറ്റി കൂടുന്നത്. വെർട്ടിക്കൽ വെലോസിറ്റി കൂടാൻ കാരണം ആരാ? ഗ്രാവിറ്റി. ഗ്രാവിറ്റി എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്, അല്ലെങ്കിൽ ഡൗൺവേർഡ് എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ മറന്നുപോലല്ലോ. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി എക്സ് ഈസ് ഈക്വൽ യു ഇറ്റ് സെൽഫ്. വെർട്ടിക്കൽ വെലോസിറ്റി വി വൈ ഈസ് ഈക്വൽ -gt. വെൻ ടൈം ഇൻക്രീസസ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസസ്. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് താഴേക്കാണെന്നാണ് കേട്ടോ, അല്ലാതെ വേറെ മീനിങ് ഒന്നുമില്ല. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാണ് ഫൈനൽ വെലോസിറ്റി. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് u² + g² t². ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പം നിങ്ങൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഹൊറിസോണ്ടലി ഒരു സ്റ്റോൺ എടുത്ത് എറിഞ്ഞാൽ ആ സ്റ്റോൺ താഴേക്ക് വരുന്തോറും അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. കാരണം ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നത് കാരണം വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യാറുണ്ട്? വെലോസിറ്റി കൂടാറില്ലേ? അതുപോലെ തന്നെ വെലോസിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായി നിൽക്കുകയും ചെയ്യും? കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയും ചെയ്യും. ക്ലിയർ? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന വേരിയേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചും നമുക്ക് ഡിറൈവ് ചെയ്യാം. നല്ല ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്, കണ്ടോളൂ കേട്ടോ. ഇതാ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു പ്രൊജക്ടൈൽ ഒരു ബിൽഡിംഗ് എന്ന് വിചാരിച്ചോളൂ. ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് h ആണ്. ഓക്കെ, ദിസ് ഈസ് ഗ്രൗണ്ട്. ഓക്കെ, ബോഡി മാസുള്ളൊരു ബോഡി ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. ദെൻ നിങ്ങൾ അയാൾക്കൊരു വെലോസിറ്റി കൊടുത്തു, u സ്പീഡ് കൊടുത്തു. ഇത് അയാൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് താഴെ വന്ന് വീണു. ഈ താഴെ വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഞാൻ എന്ത് മാർക്ക് ചെയ്തത്? v എന്ന് മാർക്ക് ചെയ്തു. v താഴെ വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റിയാണ് v. ഈ ബോഡിയുടെ വെലോസിറ്റിയാണ് v. ആ വെലോസിറ്റിയെ ഞാനൊരു കാര്യം ചെയ്യുന്നു, രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ടും റിസോൾവ് ചെയ്തു.
നിങ്ങൾക്കറിയാം ഇതാണ് വി എക്സ്, ഇതാണ് വി വൈ. കാരണം നമ്മൾ ഈ ഡയറക്ഷൻ എക്സ് ആയും അതുപോലെ ഈ ഡയറക്ഷൻ നമ്മൾ വൈ ആയിട്ടും ചൂസ് ചെയ്തു. എല്ലാം ക്ലിയർ ആണല്ലോ. നമുക്ക് ബോഡി ഫൈനൽ പോയിന്റ് ഇവിടെ എത്തുമ്പോൾ ബോഡി കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് എടുക്കാം നമുക്ക്. എസ്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബോഡിയുടെ എന്ത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വൈ. ഇതാണ് ബോഡിയുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലി ബോഡി ഇത്ര ദൂരം പോയിട്ടുണ്ട്, വെർട്ടിക്കലി ബോഡി ഇത്ര ദൂരം പോയിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് കാൾഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, ദിസ് ഈസ് കാൾഡ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ആദ്യം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പറയാം. നോക്കിക്കോളൂ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് y is equal to uy into t plus half into ay into t square. ശരിയാണോ? എല്ലാം നമ്മൾ y ഡയറക്ഷൻ എടുത്തു. അപ്പോൾ ബോഡി ഇതാ ഇവിടെ വന്ന് വീഴുമ്പോൾ വെർട്ടിക്കലി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആരാ? നിങ്ങൾ പറയൂ. വെർട്ടിക്കലി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണല്ലോ ഡിസ്പ്ലേസ്മെന്റ്, അതുകൊണ്ട് വി സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് എച്ച്. എന്തിനാ മൈനസ് സൈൻ? ഡൗൺവേർഡ് ഡിറക്ഷൻസ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. യു വൈ 0. എന്താ കാരണം? നമ്മൾ ഇനീഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ കൊടുത്തിട്ടുള്ളൂ. ഏത് വെലോസിറ്റി നമ്മൾ കൊടുത്തിട്ടില്ല? വെർട്ടിക്കൽ വെലോസിറ്റി കൊടുത്തിട്ടില്ല. പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈക്ക് പകരം മൈനസ് ജി എന്ന് കൊടുത്തു. മൈനസ് വരാൻ കാരണം ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. ഹൈറ്റ് താഴേക്ക് മെഷർ ചെയ്തതുപോലെ തന്നെ ഗ്രാവിറ്റി താഴേക്ക് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ ഇൻറ്റു ടി സ്ക്വയർ. ഈ ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, വേർ ദിസ് ടി ഈസ് കാൾഡ്, ടൈമിനെ പറയുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. താഴെ എത്തിച്ചേരാൻ എടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ മൈനസ് മൈനസ് പോയാൽ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2h/g. വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g. വല്ലതും പിടി കിട്ടിയോ നിങ്ങൾക്ക്? യു ത്രോ എ ബോഡി ഹൊറിസോണ്ടലി. Okay, due to the action of gravity, the path of that body with respect to a stationary observer is a parabola. Okay, body താഴെ വന്ന് വീണു. The time taken is root of 2h/g. ഞാനൊരു റിസൾട്ട് പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ ഒരു ബോഡി എങ്ങനെ പിടിക്കും? എന്നിട്ട് h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും. ആ h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ടൈം ഓഫ് ഫ്ലൈറ്റ് നിങ്ങൾ ഓൾറെഡി 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. പറയൂ. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as പഠിച്ചിട്ടില്ലേ? എസ് ഈസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പഠിച്ചിട്ടില്ലേ? എസിന് വരെ എച്ച് കൊടുക്കൂ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ഹാഫ് ജി ടി സ്ക്വയർ, ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2h/g. അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി എച്ച് ഡെപ്തിലോട്ട് വരാൻ എടുക്കുന്ന ടൈം റൂട്ട് ഓഫ് 2h/g ആണോ? അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടലി എറിഞ്ഞാലും അയാൾ ഇങ്ങനെ വന്ന് വീണാലും താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈം റൂട്ട് ഓഫ് 2h/g തന്നെയാണ്. എന്താ കാരണം? കാരണം രണ്ട് കേസിലും ഫ്രീ ഫാളിംഗ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന കേസിലും ഹൊറിസോണ്ടലി എറിയുന്ന കേസിലും ഇവനെ താഴേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഗ്രാവിറ്റിയാണ്. അതുകൊണ്ടാണ് രണ്ട് ടൈമും സെയിമാണ്. ഇനി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് പറയട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്തു, എച്ച് ഡെപ്തിലോട്ട് വന്നു, ടൈം റൂട്ട് ഓഫ് 2h/g. നിങ്ങൾ ഹൊറിസോണ്ടലി എറിഞ്ഞു, ഇതാ ഇങ്ങനെ വന്ന് വീണു, താഴേക്ക് എത്താനെടുത്ത ടൈം റൂട്ട് ഓഫ് 2h/g. സ്പീഡ് കൂട്ടി, വീണ്ടും റൂട്ട് ഓഫ് 2h/g. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി, റൂട്ട് ഓഫ് 2h/g. എന്ത് മനസ്സിലാക്കണം? That time of flight is independent of initial horizontal velocity. Time of flight is independent of. കാരണം ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കൂ, ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷനിൽ ആര് വരുന്നില്ല? നിങ്ങൾ എറിഞ്ഞ സ്പീഡ് ഇൻക്ലൂഡഡ് ആവുന്നില്ല. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ദെൻ നമുക്കൊരു കാര്യം കൂടെ കാണാം. അതായത് ഈ എക്സിൻ്റെ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ്, എക്സ് മാക്സിമത്തിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. എക്സ് മാക്സിമം ഈസ് കാൾഡ് റേഞ്ച്. അതായത് എത്ര ദൂരം അങ്ങോട്ട് പോയി അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ റേഞ്ചിലോട്ട് പോകാം. റേഞ്ചിലോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കൂ, ബോഡി നമ്മൾ എറിഞ്ഞു, യു സ്പീഡിൽ എറിഞ്ഞു, ബോഡി താഴെ വന്ന് വീണു. നമുക്ക് റേഞ്ച് കാണണം അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഇപ്പം എക്സിന് പകരം നമ്മൾ 6 കൊടുത്തു റേഞ്ച്.
യു എക്സ് എന്ന് പറയുമ്പോൾ യു തന്നെ. ടി ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തു, ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2h/g പ്ലസ് അടുത്ത ടൈം 0. എല്ലാവർക്കും അറിയാം അടുത്ത ടൈം 0 ആവാനുള്ള കാരണം എന്താ? ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഈസ് 0. So range R is equal to u into root of 2h/g. That is range directly proportional to u. അത് ശരിയാ. നോക്കൂ, നിങ്ങൾ കൂടുതൽ സ്പീഡിൽ എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? റേഞ്ച് കൂടും. എന്ത് കൂടും? റേഞ്ച് കൂടുന്നു. പക്ഷെ എന്ത് മാറില്ല? ടൈം ഓഫ് ഫ്ലൈറ്റ് മാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പീഡ് കൂട്ടുമ്പോൾ റേഞ്ച് കൂടുന്നത്? സ്പീഡ് കൂടുന്നത് കൊണ്ട് മാത്രം എന്ത് ചേഞ്ച് ആവില്ല? ടൈം ഓഫ് ഫ്ലൈറ്റ് റിമെയിൻ സെയിം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. നിങ്ങൾ ഗൺ ഫയർ ചെയ്യാറില്ലേ? ഒരു ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്പീഡിലല്ലേ പോണത്? ഉറപ്പായിട്ടും അവൻ കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും അവൻ ബെൻഡ് ചെയ്ത് എവിടെ വന്ന് വീഴും? എർത്ത് സർഫസിൽ വന്ന് വീഴും. ഒരിക്കലും അവന് സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ കഴിയില്ല, കാരണം ഗ്രാവിറ്റിയുടെ ആക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് നിങ്ങളൊരു ടോയ് ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്തു, നമ്മുടെ ബുള്ളറ്റ് ഇതാ കുറച്ച് അപ്പുറത്ത് പോയി വീണു, താഴത്തുള്ള ടൈം റൂട്ട് ഓഫ് 2h/g. നിങ്ങൾ കുറച്ചുകൂടെ വലുതായപ്പോൾ നിങ്ങൾ നല്ലൊരു റിയൽ ഗണ്ണ് വാങ്ങിച്ചു, എന്നിട്ട് ഫയർ ചെയ്തു, അപ്പോഴും താഴത്ത് എടുക്കുന്ന ടൈം റൂട്ട് ഓഫ് 2h/g തന്നെയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വെർട്ടിക്കൽ ഹൈറ്റ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വെർട്ടിക്കൽ ഹൈറ്റ് കേട്ടോ. ഇപ്പോൾ റേഞ്ച് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Range of a horizontal projectile depends on this height and time of flight. ആ ഹൈറ്റ് കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിപ്പെൻഡ് ആണ്. ഒപ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദിസ് ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വായിച്ചു നോക്കുക, കുറേ പ്രോബ്ലംസ് ആ സൈഡ് നമുക്ക് ചോദിക്കാം. നമ്മൾ ഈ ഒരു സ്റ്റെയർ അവിടെ നിന്ന് നമുക്കൊരു ബോൾ ഉരുണ്ട് വന്നു, അങ്ങനെ ഉരുണ്ട് വന്ന് ബോൾ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ വന്ന് തട്ടി, എത്രാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും ഇവിടുന്ന് കേട്ടോ. നമുക്കിനി പ്രോബ്ലംസിലേക്ക് പോകാം. ഓക്കെ, യെസ്. പ്രോബ്ലം: ഫ്രം എ ടവർ 80 meter tall, a body is projected horizontally with a velocity 30 meter per second. സോ ക്ലിയർ ആയല്ലോ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണ് കേട്ടോ. G 10, എക്സാക്ട് വാല്യൂ 9.8 ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ 10 ചൂസ് ചെയ്തോളാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേക്കൺ ടു റീച്ച് ദ ഫുട്ട് ഓഫ് ദ ടവർ ഈസ്, താഴെ എത്താൻ എത്ര സമയം എടുക്കും? അതിനെയാണല്ലോ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ടവർ വരച്ചു. ദ ടവറിൻ്റെ ഹൈറ്റ് h ആണ്. ഒരു ബോഡി ഇരിക്കുന്നു. ആ ബോഡിയെ നിങ്ങളെടുത്ത് എറിഞ്ഞു. വിത്ത് എ സ്പീഡ് എത്രയാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ? 30 meter per second എറിയുന്നു. നമുക്കറിയാം ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം ബോഡി പരാബോളിക് പാത്തിൽ താഴേക്ക് പോരുന്നു. എന്തുകൊണ്ടാണ് പരാബോളിക് പാത്തിൽ താഴേക്ക് പോരുന്നത്? എറിഞ്ഞ ഉടനെ ഗ്രാവിറ്റി അവനെ താഴേക്ക് പിടിച്ച് വലിക്കും. അതുകൊണ്ട് അവൻ്റെ പാത്ത് പരാബോളിക് ആയിരിക്കും കേട്ടോ. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബോർഡർ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y, അതുപോലെ ഇതാണ് ബോർഡർ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് x. അത് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി റിസോൾവ് ഇൻ ടു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. പഠിച്ചിട്ടുള്ളതല്ലേ? നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് താഴേക്ക് എത്താനുള്ള ടൈമല്ലേ വേണ്ടത്? ഇവിടുന്ന് ഇവിടേക്ക് വരാനുള്ള ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. കമോൺ, ടൈം ഓഫ് ഫ്ലൈറ്റ്. നമുക്കിത് ചെയ്യാൻ വെർട്ടിക്കൽ എടുക്കണോ ഹൊറിസോണ്ടൽ എടുക്കണോ? വെർട്ടിക്കൽ വെച്ചും നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഹൊറിസോണ്ടൽ വെച്ചും പ്രോബ്ലം ചെയ്യാം. സിറ്റുവേഷൻ നോക്കണം നമ്മൾ. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ വെർട്ടിക്കൽ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയർ മെത്തേഡ്. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ പറയൂ. y ഈസ് ഈക്വൽ ടു uy ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ay ഇൻറ്റു ടി സ്ക്വയർ. ഞാൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y. ഈ പ്രോബ്ലത്തിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ അതിന് -h എന്ന് കൊടുത്തു. നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് -h. ഡൗൺവേർഡ് ഡിറക്ഷൻസ് എല്ലാം നമ്മൾ എന്താക്കി എടുക്കും? നെഗറ്റീവ് ആക്കി എടുക്കും. ഈക്വൽ ടു uy. എന്തുകൊണ്ടാണ് uy 0? ഗിവൺ ദാറ്റ് വി ത്രോ ദ ബോഡി ഹൊറിസോണ്ടലി ആണല്ലോ. അതുകൊണ്ട് ഇനീഷ്യലി ഉള്ള വെർട്ടിക്കൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി ബോഡി ഗെയിൻ ചെയ്യുന്നുണ്ട്. ആരുടെ സഹായത്തോടെ? ഗ്രാവിറ്റിയുടെ സഹായത്തോടെ. പ്ലസ് ഹാഫ് ഇൻറ്റു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെർട്ടിക്കൽ ഡയറക്ഷണൽ ആക്സലറേഷൻ ആരാ? എർത്ത് സെൻറ്ററിലോട്ട് പിടിച്ച് വലിക്കും. ദാറ്റ് ആക്സലറേഷൻ ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ടി. ഞാൻ സ്മോൾ ടിക്ക് പകരം എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ടി കൊടുത്തത്? ക്യാപിറ്റൽ ടി ഈസ് കാൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. നോക്കൂ, മൈനസ് മൈനസ് ക്യാൻസൽ ആയാൽ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
2h/g. ഓർമ്മിച്ച് വെച്ചോളൂ, ഈ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. t is equal root of 2h/g. Time of flight depends only on the vertical height. Vertical height. It is independent of the path. Okay. Then ഇനി വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. t is equal to root of 2 into h 80 meter ആണല്ലോ, 80 meter by g 10. സോ ഇവിടെ g 10 എടുത്തോളൂ കേട്ടോ, തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ കണ്ടോ. സോ t is equal to root 16, that is 4 second. അതായത് ഈ ബോഡി ഇവിടെ നിന്നും ഇവിടെ വന്ന് വീഴാൻ എടുത്ത ടൈം 4 സെക്കൻഡാണ്. ക്ലിയർ അല്ലേ? യെസ്. ഈ പ്രോബ്ലം ലാസ്റ്റ് ചെയ്ത പ്രോബ്ലവുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ഇൻ ദ എബവ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ ഈസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് അല്ലേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ടൈമിൽ ബോഡി ട്രാവൽ ചെയ്ത ദൂരമാണ് എക്സ്. ഈ പ്രോബ്ലത്തിൽ നമുക്കതിനെ റേഞ്ച് എന്ന് പറയാം, റേഞ്ച് ആർ. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. ഹൊറിസോണ്ടൽ മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഹിയർ എക്സ് റീപ്ലേസ്ഡ് ബൈ ആർ. സോ ആർ ഈക്വൽ ടു യു എക്സ്. സി, യു എക്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലത്തിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഇനീഷ്യലി ഉള്ളൂ. അപ്പോൾ അത് യു തന്നെയായിട്ട് എടുക്കാം. യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 2h/g പ്ലസ് ലാസ്റ്റ് ടേം 0. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് ടേം 0 ആയി പോയത്? നമുക്കറിയാം, ഹൊറിസോണ്ടലി നോ ആക്സലറേഷൻ. ആക്സലറേഷൻ ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം. എവിടേക്ക്? എർത്തിൻ്റെ സെൻറ്ററിലോട്ട്. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു യു ഗിവൺ 30 ഇൻറ്റു റൂട്ട് ഓഫ് 2 into 80 divided by 10. So r equal to 30 into 4, that is r is equal to 120 meter. So your answer is 120 meter, option A. അതായത് ഈ ദൂരം 120 മീറ്റർ ആണ്. ഈ ദൂരം നമുക്കറിയാം എത്രയാണ്, 80 ആണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചു തരട്ടെ. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യൂ. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു വെക്ടർ എക്സ് പ്ലസ് വെക്ടർ വൈ. ക്ലിയർ അല്ലേ? മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ റൂട്ട് ഓഫ് എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്തുകൊണ്ടാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? കാരണം എക്സും വൈയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയതുകൊണ്ട്, 90 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമോ? എത്രയാണ്? എക്സ് 120 മീറ്റർ, വൈ 80 മീറ്റർ. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് റൂട്ട് ഓഫ് 120 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ. നിങ്ങൾ സോൾവ് ചെയ്തോളൂ കേട്ടോ. റൂട്ട് ഓഫ് 120 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ ദിസ് 80 മീറ്റർ ഈസ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, 120 മീറ്റർ ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. യെസ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? വെർട്ടിക്കൽ വെലോസിറ്റി ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴുള്ള വെർട്ടിക്കൽ വെലോസിറ്റി. നമ്മൾ പഠിച്ച ഇക്വേഷനിലേക്ക് വീണ്ടും വരാം. വി വൈ ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് അല്ലേ? വി വൈ ആണല്ലോ കാണേണ്ടത്. വി വൈ ഈസ് ഈക്വൽ ടു, നോക്കൂ യു വൈയുടെ വാല്യൂ എത്രയാണ്? യു വൈ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നിങ്ങൾ കൊടുത്ത ഈ സ്പീഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണല്ലോ, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ലല്ലോ. അപ്പോൾ ആ ടേം എന്തായി പോയി? 0 ആയിപ്പോയി. ദെൻ പ്ലസ് എ വൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം -10, താഴേക്കാണല്ലോ ഗ്രാവിറ്റി, അതുകൊണ്ടാണ് മൈനസ് സൈൻ. ഇൻറ്റു ടൈം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ടൈമിൻ്റെ വാല്യൂ എത്രയായിരുന്നു? താഴെ താൻ 4 സെക്കൻഡ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് ഒന്ന് മറിച്ച് നോക്കണേ ബാക്കിലോട്ട്. അങ്ങനെയാണെങ്കിൽ വി വൈ ഈസ് ഈക്വൽ ടു -40 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് മൈനസ് സൈൻ? നോക്കൂ, താഴെ വന്ന് വീഴുമ്പോൾ വെലോസിറ്റി താഴേക്കല്ലേ, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി താഴേക്കല്ലേ. ഡൗൺവേർഡ് ഡിറക്ഷൻസ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി -40 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, ഇവിടെ ഇരിക്കുമ്പോഴുള്ള വെർട്ടിക്കൽ വെലോസിറ്റി എത്രയായിരുന്നു? 0. കാരണം നിങ്ങൾ ഹൊറിസോണ്ടലിലല്ലേ എറിഞ്ഞത്. ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടല്ലോ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്ത് ഇതാ കണ്ടോ വി വൈ, ആ വാല്യൂ ആണ് 40. അപ്പോൾ താഴേക്ക് വരുംതോറും വെർട്ടിക്കൽ വെലോസിറ്റി ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം ഇൻക്രീസ് ചെയ്ത് താഴെ എത്തുമ്പോഴാണ് മാക്സിമം വാല്യൂവിൽ വരുന്നത്. താഴെ എത്തുന്നതിന് തൊട്ട് മുന്നേട്ടോ. താഴെ വന്ന് ടച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നത് ടച്ച് ചെയ്യുന്നതിന് തൊട്ട്
തൊട്ട് മുന്നുള്ള ഒരു ഇൻസ്റ്റൻ്റ് ഇല്ലേ, ആ ഇൻസ്റ്റൻറ്റിലെ കാര്യം നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതിലിപ്പോൾ നിങ്ങളോട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി വൈൽ ടച്ചിങ് ദ ഗ്രൗണ്ട്? പറയൂ, വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി വൈൽ ടച്ചിങ് ദ ഗ്രൗണ്ട്? Vx. ഇറ്റ് ഈസ് ഈക്വൽ ടു u30. കാരണം നമ്മൾ പഠിച്ചില്ലേ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല, അതായത് ഫോഴ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി വൈൽ റീച്ചിങ് ദ ഗ്രൗണ്ട് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. സോ ഈ പ്രോബ്ലത്തിൽ നിങ്ങളോട് Vx ചോദിച്ചാൽ Vx is 30 itself, 30 meter per second. ഞാൻ വെക്ടോറിയൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യട്ടെ വെലോസിറ്റി. വെലോസിറ്റി V is equal to നമുക്ക് എഴുതാം 30 i cap. കാരണം നമ്മൾ ഈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആയിട്ട് ചൂസ് ചെയ്തു, എക്സ്. അപ്പം പിന്നെ ഈ ഡയറക്ഷൻ ആരായിരിക്കും? വൈ. അപ്പം നിങ്ങൾ പറയൂ, ആ പോയിന്റിലെ വെലോസിറ്റി നമ്മൾ എങ്ങനെ എഴുതും? വെർട്ടിക്കൽ വെലോസിറ്റി പ്ലസ് -40 j cap. ഉണ്ടോ? എന്തുകൊണ്ടാണ് മൈനസ് സൈൻ? താഴേക്ക് ആയതുകൊണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി നമ്മൾ പോസിറ്റീവായിട്ട് ഇട്ടു, കാരണം പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. അപ്പം നിങ്ങളോട് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലോ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, ദിസ് വെലോസിറ്റി ഈസ് കാൾഡ്, കമോൺ ദാറ്റ് വെലോസിറ്റി ഈസ് കാൾഡ് റിസൾട്ടൻ്റ് വെലോസിറ്റി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ √30² പ്ലസ് -40 all square, that is equal √900 plus 1600. ദ നെഗറ്റീവിനെ സ്ക്വയർ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയി കേട്ടോ. ദാറ്റ് ഈസ് √2500. ദാറ്റ് ഈസ് ഈക്വൽ ടു, കമോൺ, 2500ൻ്റെ റൂട്ട് എത്രയാ? 50. കണ്ടോ? എറിയുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത സ്പീഡ് 30 ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി താഴെ എത്തുമ്പോൾ വീണ്ടും 30 തന്നെയായിരിക്കും. പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി 40 ഉണ്ട്. അതുകൊണ്ടുള്ള റിസൾട്ടൻ്റ് വെലോസിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. റിസൾട്ടൻ്റ് വെലോസിറ്റി താഴെ എത്തുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 50 meter per second ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വെലോസിറ്റി കൂടിയത്? വെലോസിറ്റി കൂടാൻ കാരണം വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ആയത്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉള്ളതുകൊണ്ടാണ്. ആക്സലറേഷന് കാരണം ആരാ? എർത്തിൻ്റെ അട്രാക്ഷൻ. ക്ലിയർ? ഓക്കെ.